നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രോഗശയ്യയിലാണെന്നും ചക്രശ്വാസം വലിച്ചു കിടക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് എന്നുള്ള വാർത്തകളൊക്കെ തന്നെ വന്നതിന് പിന്നാലെയാണ് പലതരത്തിലുള്ള ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിലുള്ള ഇസ്രയേലിനെ ഞങ്ങൾ ഇപ്പം തീർക്കുമെന്നൊക്കെ തന്നെ വെടുവ പറയുന്ന ഇതേ ഇറാൻ പരമോന്നത നേതാവിന്റെ ട്വീറ്റൊക്കെ തന്നെ പുറത്തു വന്നത്. ഇപ്പോഴിതാ വളരെ രഹസ്യമായി ഒരു തീരുമാനം ഇറാൻ എടുക്കാൻ തുനിഞ്ഞപ്പോൾ അതും മണത്തറിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ. മണത്തറിയുക മാത്രമല്ല, ഇസ്രായേൽ മാധ്യമങ്ങൾ അവയെല്ലാം തന്നെ പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 85-ാം വയസ്സിലും ലോകത്തെ വിറപ്പിക്കുന്ന എന്ന് ഇറാൻ തന്നെ പറയുന്ന കടൽ കിഴവൻ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി ജനാധിപത്യ രാജ്യമാണെങ്കിലും ഇറാനിൽ പ്രസിഡന്റിനേക്കാൾ മുകളിലാണ് ഈ പരമോന്നത നേതാവ്. ഇന്ന് ആഗോള ഇസ്ലാമിക രാജ്യങ്ങളുടെ നേതൃത്വവും ഈ നേതാവിന് തന്നെയാണ്. സാദാ മൗലവിയിൽ നിന്ന് പരമോന്നത നേതാവിലേക്ക് എത്തിയ അയത്തുള്ള അലി ഖമനേയി ഇക്കഴിഞ്ഞ മാസമാണ് ഈ കയ്യിൽ തോക്കുമായി ഇസ്രയേലിന് എതിരെ വെള്ളിയാഴ്ച പ്രസംഗവുമായി രംഗത്തെത്തിയത്. ഇസ്രയേലിന്റെ ഹിറ്റ് ലിസ്റ്റിലെ നമ്പർ 1 പേരുകൂടിയാണ് ഈ വയോധികന്റേത്. ഇപ്പോഴിതാ മകനെ പരമോന്നത നേതാവാക്കി അലി ഖമനേയി വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്നതിന്റെ വാർത്തകളാണ് പുറത്തുവരുന്നത്. തന്റെ പിൻഗാമിയായി രണ്ടാമത്തെ മകൻ മൊജ്ബ ഖമനേയി തെരഞ്ഞെടുത്തുവെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. ജെറുസലേം പോസ്റ്റ് എന്ന ഇസ്രായേൽ മാധ്യമമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതീവ രഹസ്യമായാണ് നടപടി. 85-കാരനായ അലി ഉടൻ സ്ഥാനമൊഴിഞ്ഞേക്കുമെന്നും പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മകന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടത്തിയേക്കുമെന്നും സൂചനയുണ്ട്. ഖമനേയി നിർദ്ദേശപ്രകാരം സെപ്റ്റംബർ 26-ന് അതീവ രഹസ്യമായി നടന്ന യോഗത്തിലാണ് പിൻഗാമിയെ സംബന്ധിച്ച തീരുമാനം ഉണ്ടായത്. യോഗത്തിലെ വിവരങ്ങൾ പുറത്തുവിട്ടാൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഖമനേയി അംഗങ്ങളെ ഭീഷണിപ്പെടുത്തിയതായും റിപ്പോർട്ടുണ്ട്. 5 ആഴ്ചയ്ക്ക് ശേഷം ഇറാൻ ഭരണകൂടത്തിന്റെ എതിരാളികളായ മാധ്യമങ്ങളാണ് ആദ്യം ഈ വിവരം പുറത്തുവിട്ടത്. ഖമനേയിയുടെ മകൻ പരമോന്നത നേതാവാകുന്നതിൽ ഇറാൻ ഭരണകൂടത്തിലെ എതിർപ്പ് അതിശക്തമായി തന്നെ തുടരുകയാണ്. ഇത് മുൻകൂട്ടി കണ്ടാണ് വിവരം രഹസ്യമായി സൂക്ഷിക്കാൻ തീരുമാനിച്ചത്. ഔദ്യോഗിക പദവിയിലില്ലെങ്കിലും കഴിഞ്ഞ 2 വർഷമായി ഇറാനിയൻ ഭരണകൂടത്തിന്റെ തന്ത്രപരമായ പല തീരുമാനങ്ങൾക്ക് പിന്നിലും മൊജ്ബ ഖമനേയിയാണെന്നാണ് പറയപ്പെടുന്നത്. തീവ്ര മതവാദിയും പരിഷ്കരണ വിരുദ്ധനുമായിട്ടുള്ള ഇദ്ദേഹമാണ് ഹിജാബ് സമരമടക്കം ആളിക്കത്തിച്ചത് എന്ന ആക്ഷേപവും ശക്തമാണ്. 1939 ഏപ്രിൽ 19-ന് ഇറാനിലെ മഷ്ഹദ് പട്ടണത്തിലാണ് അയത്തുള്ള അലി ഖമനേയിയുടെ ജനനം എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു സാധാരണ മൗലവി മാത്രമായിരുന്ന തുടക്കത്തിൽ ഇയാൾ. പക്ഷേ ഖുർആൻ ഓതിയും തഫ്സീറുകൾ വ്യാഖ്യാനിച്ചും ജീവിതം ചെലവിടുന്ന ഒരു സാധാരണ മൗലവിയായി ഒതുങ്ങാൻ ഖമനേയി തയ്യാറായിരുന്നില്ല. അയാൾ ഇംഗ്ലീഷും പേർഷ്യനും അറബിയും എല്ലാം പഠിച്ചതുപോലെ യുദ്ധതന്ത്രങ്ങളും സൈനിക രീതികളും പഠിച്ചു. തോക്കെടുത്ത് പുരോഹിതൻ എന്നാണ് അയാൾ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത്. മതകർക്കശ്യത്തിന്റെ കാര്യത്തിൽ 55-കാരനായ മകൻ മൊജ്ബ ഖമനേയി പിതാവിനെ കടത്തിവെട്ടുമെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. പിതാവിനെ മുൻനിർത്തി ഹിജാബ് സമരത്തിലടക്കം പല നിർണായക തീരുമാനങ്ങളും എടുത്തത് ഇയാൾ തന്നെയാണ്. ഇറാൻ പ്രസിഡന്റ് അടക്കമുള്ള വിവിധ രാജ്യങ്ങളുമായും സമാധാനത്തിൽ പോവുമെന്നും അല്പം പരിഷ്കരണം ആവാമെന്നും വാദിക്കുന്നവരാണ്. എന്നാൽ മൊജാബ് ഖമനേയി അതൊന്നും തന്നെ കൂട്ടാക്കുന്ന ആളെയല്ല. ഇവിടെയാണ് ഈ ഘട്ടത്തിലാണ് കഴിഞ്ഞ ആഴ്ച പുറത്തുവന്ന പ്രധാനമന്ത്രി നെതന്യാഹു, ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ വാക്കുകൾ ശ്രദ്ധ നേടുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹം ഇറാൻ ജനതയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇറാൻ ജനതയോട് അദ്ദേഹം പറഞ്ഞിരുന്നു, നിങ്ങളെ ഓർത്ത് എനിക്ക് പശ്ചാത്താപമുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. നിങ്ങളെ ഊറ്റിപ്പിഴിയുന്ന, നിങ്ങളുടെ വളർച്ചയ്ക്കും വിദ്യാഭ്യാസത്തിനും പുരോഗമനത്തിനും ഒക്കെ തന്നെ വേണ്ടി ഉപയോഗിക്കേണ്ട പണം ഇവർ ഈ ഭീകരവാദത്തിന് വേണ്ടി ഒഴുക്കുമ്പോൾ നിങ്ങളെ ഓർത്ത് എനിക്ക് സഹതാപം തോന്നുന്നുണ്ടെന്നായിരുന്നു നെതന്യാഹു പറഞ്ഞിരുന്നത്. നിങ്ങളെ ഞങ്ങൾ നോക്കിക്കോളാമെന്നും നെതന്യാഹു ഇറാൻ ജനതയോട് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എല്ലാ രഹസ്യങ്ങളും തിരിച്ചറിയുന്ന, എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ബെഞ്ചമിൻ നെതന്യാഹു ഒരുപക്ഷെ ഇറാനിൽ വരുന്ന ഈ പരമോന്നത നേതാവിന്റെ ഈ തലമാറ്റം ഒരുപക്ഷെ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാകാം. അതിനു തൊട്ട് മുന്നോടിയായി ഇറാൻ ജനത പോലും അറിയുന്നതിന് മുൻപ് ഇറാൻ ജനതയ്ക്ക് നൽകിയ ഒരു ഉപദേശം കൂടിയാകാമെന്ന് കൂടി ചേർത്ത് വായിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലാണ്, ഇനി ഒരു പക്ഷേ ഖമനേയി മരണപ്പെട്ടോ എന്ന് പോലും അറിയില്ല, എന്തായാലും ആ വാർത്തകളൊന്നും പുറത്തു വരുന്നില്ല. വളരെ ഗുരുതര അവസ്ഥയിൽ രോഗക്കിടക്കയിലായിരുന്നു എന്നായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. എന്തായാലും ഇറാൻ വീണ്ടും കുഴിയിൽ നിന്നും പടുകുഴിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വ്യക്തമാണ്. കാരണം ഖമനേയിയുടെ ഇരട്ടി പവർ, പ്രത്യേകിച്ചും ഇത്തരത്തിൽ മതവാദത്തിൽ ഊന്നി തല മുതൽ ഉച്ചങ്കാല് മുതൽ ഉള്ളം കൈ വരെ മതവെറി മാത്രം കൊണ്ടു നടക്കുന്ന ഒരു നേതാവാണ്, ഇനിയൊരു
പരമോന്നത നേതാവാണ് ഇനി ഇറാനിലേക്ക് വരുന്നത്. അപ്പോൾ ഇറാന്റെ കാര്യം എന്താകുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 1987 മുതൽ 1988 വരെ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ മൊജ്ബ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2009 തെരഞ്ഞെടുപ്പിലെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ സൈനിക തന്ത്രത്തിന് പിന്നിലെ ബുദ്ധികേന്ദ്രം ഇദ്ദേഹമായിരുന്നു. മൊജ്ബ ഇറാനിയൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നെജ്ദാനുമായി അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നത്. 2005-2009 പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പുകളിൽ ഈ അഹമ്മദി നെജാദിനെ അദ്ദേഹം പിന്തുണച്ചിരുന്നു. 2009 ജൂണിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകർക്കെതിരെയുള്ള അടിച്ചമർത്തൽ അർദ്ധ സൈനിക വിഭാഗമായ ബാസിജിന്റെ ചുമതല ഈ മൊജ്ബ നേരിട്ട് വഹിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പേര് എവിടെയും വന്നിട്ടില്ല. പിൻകാലത്ത് ഇദ്ദേഹം അഹമ്മദി നെജാദുമായി ഇടഞ്ഞുവെന്നാണ് കേൾവി വരുന്നത്. ഇറാൻ ജനതയെ വെച്ചു നോക്കിയാൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് കൂടുതൽ കൂച്ചുവിലങ്ങ് ഇടപെടുന്ന അവസ്ഥയാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഹിജാബ് ധരിക്കാത്തവരെ മാനസിക രോഗികളാക്കി ചികിത്സിക്കുന്ന അവസ്ഥ പോലും ഇറാനിൽ വന്നിരിക്കുകയാണ് എന്നാണ് വ്യക്തമാകുന്നത്. ഹിജാബ് നിയമങ്ങൾ ലംഘിക്കുന്നവരെ ചികിത്സിക്കുന്നതിന് വേണ്ടി ക്ലിനിക്കുകൾ ആരംഭിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. ഹിജാബ് റിമൂവൽ ട്രീറ്റ്മെന്റ് ക്ലിനിക് എന്ന പേരിലാണ് ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത്. ക്ലിനിക്കിന്റെ മേൽനോട്ടം വഹിക്കുന്നവർ ഇറാൻ പരമോന്നത നേതാവ് അലി ഖമനേയിയോടാണ് റിപ്പോർട്ട് നൽകേണ്ടത്. ഈ ഉത്തരവിന് പിന്നിലും മൊജ്തബാണെന്നാണ് വിവരം. ചുരുക്കത്തിൽ എരിചട്ടിയിൽ നിന്ന് വറചട്ടിയിലേക്ക് ചാടുന്ന അതേ അനുഭവമാണ് ഇറാൻ ജനതയ്ക്ക് വന്നു ചേരുന്നത് എന്നാണ് വാസ്തവം. സത്യത്തിൽ ഇറാൻ ജനതയെ സംബന്ധിച്ച് നെതന്യാഹു പറഞ്ഞ പോലെ തന്നെ നമുക്ക് സഹതാപം തോന്നേണ്ട ഘട്ടത്തിലേക്ക് കടക്കുന്നു. കാരണം ഒന്നും അറിയാതെ വിദ്യാഭ്യാസത്തിന്റെ പുതിയ ലോകത്തിലേക്ക്, അതുപോലെ തന്നെ സ്വന്തം കഴിവുകളുടെ പുതിയ ലോകത്തേക്ക് പറന്നുയരേണ്ട എത്രയെത്ര യുവാക്കളെയാണ്, അല്ലെങ്കിൽ എത്രയെത്ര കുരുന്നുകളെയാണ് മതവെറിയിൽ മതങ്ങളുടെ ചട്ടക്കൂട്ടിൽ പിടിച്ചു കെട്ടിയിരിക്കുന്നതെന്ന് വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നിലവിലേതായാലും ഈ ഒരു തലമുറ മാറ്റമൊന്നും തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. വീണ്ടും അവർ പഴയ നൂറ്റാണ്ടുകളിലേക്ക് പോകാനുള്ള സാഹചര്യം, അതായത് നൂറ്റാണ്ടിലേക്ക് പോയി എങ്ങനെയാണോ അവർ കഷ്ടപ്പെട്ടത് അതേ രീതിയിലേക്ക് വീണ്ടും പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. തലമാറിയാലും എന്തു മാറിയാലും ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിലെ ഖമനേയിയുടെ പേര് അതൊരിക്കലും മാറാൻ പോകുന്നില്ല. ഖമനേയിയെ തീർത്തതിന് ശേഷം മാത്രമേ ഇസ്രായേൽ സമാധാനത്തിൽ ഉറങ്ങുമെന്ന് വ്യക്തമാവുകയാണ്.